ആദ്യം വി വിനോദിലേക്ക്. വിനോദ്, തിരുവനന്തപുരത്തേക്ക് എപ്പോഴാണ് പ്രധാനമന്ത്രി എത്തുക? മുൻകൂട്ടി അറിയിച്ചിരിക്കുന്ന സമയക്രമം എന്താണ്? എൽദോ 3:30 മണിയോടുകൂടി പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് ടെക്നിക്കൽ ഏരിയയിൽ എത്തുമെന്നാണ് നേരത്തെയുള്ള അറിയിപ്പായി വന്നിരുന്നത്. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ വൈകുകയാണ്. 4:20 അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിലേക്ക് പ്രത്യേക വിമാനം മാർഗം വഴിയെത്തും. അതിനുശേഷം ഇവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അതേസമയം കാലാവസ്ഥ പ്രതികൂലമെങ്കിൽ റോഡ് മാർഗമായിരിക്കും അദ്ദേഹം കന്യാകുമാരിയിലേക്ക് പോവുക. അതിൻ്റെ ഒരു അന്തിമമായ തീരുമാനം എത്തിയിട്ടില്ല. അദ്ദേഹം റോഡ് മാർഗമാണ് പോകുന്നതെങ്കിൽ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പോലീസിൻ്റെ വലിയ സന്നാഹമുണ്ട്. അദ്ദേഹത്തിന് സഞ്ചരിക്കാനുള്ള വാഹന വ്യൂഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഈ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിൽ വഴി കന്യാകുമാരിയിലേക്ക് പോകുന്ന അദ്ദേഹത്തിൻ്റെ റോഡ് മാർഗമുള്ള യാത്രയായിരിക്കും. അതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെടുത്തി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ന് കന്യാകുമാരിയിൽ അദ്ദേഹം എത്തിയ ശേഷം അവിടെ അല്പസമയം അദ്ദേഹം വിശ്രമിക്കും. അതിനുശേഷം കന്യാകുമാരിയിൽ തന്നെയുള്ള അമ്മൻ കോവിലുണ്ട്. അമ്മൻ കോവിലിൽ ദർശനം നടത്തുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമ്മൻ കോവിലിൽ ദർശനം നടത്തി അതിനുശേഷമായിരിക്കും ബോട്ട് മാർഗം അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക് പോവുക. സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന അതേ ഭാഗത്തായിരിക്കും പ്രധാനമന്ത്രിയും ധ്യാനമിരിക്കുക. അദ്ദേഹം ഇന്ന് അവിടെ എത്തി നാളെ പൂർണ്ണമായി ധ്യാനനിരതനായി അടുത്ത ദിവസം ഉച്ചയ്ക്ക് 3:30 മാത്രമായിരിക്കും അവിടെ നിന്ന് തിരികെ പുറപ്പെടുക. തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ നമ്മളിപ്പോൾ കാണുന്ന ഈ ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തി ഇവിടെ നിന്ന് അദ്ദേഹം മടങ്ങുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി ഉയരുന്നുണ്ട്. അദ്ദേഹം ഈ ഒരു സമയത്ത് നിശബ്ദമായ പ്രചരണം അത് ഇങ്ങനെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്ന ആരോപണം കോൺഗ്രസ് നേതൃത്വം ഇതിനകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് അതിൻ്റെ അവസാന ഒരു ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ കടന്നു പോകുന്നൊരു സമയത്ത് പ്രധാനമന്ത്രി ഇങ്ങനെ വരുന്നത് അതൊരു രാഷ്ട്രീയ ലാക്കോട് കൂടിയാണ്. അദ്ദേഹത്തിന് വലിയ മീഡിയ അറ്റൻഷൻ കിട്ടും. ഇത് തിരഞ്ഞെടുപ്പ് പ്രചരണമാക്കി മാറ്റാനുള്ള ഒരു നീക്കമാണെന്ന ഗുരുതരമായ ആരോപണം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന്, ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നു. മാത്രവുമല്ല, കന്യാകുമാരിയിൽ ഇങ്ങനെയെങ്കിൽ അവിടെയുള്ള പ്രാദേശിക കോൺഗ്രസ് നേതാക്കളടക്കം, തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കളടക്കം ഈ കന്യാകുമാരിയിൽ തന്നെ ധ്യാനമിരിക്കുമെന്ന ഒരു നിലപാട് കൂടി കോൺഗ്രസ് നേതൃത്വം, AICC നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ പ്രധാനമന്ത്രി എടുക്കുന്ന അതേ നാണയത്തിൽ തന്നെ രാഷ്ട്രീയമായ ഒരു തിരിച്ചടി അല്ലെങ്കിൽ അതിനൊരു മറുപടി കൊടുക്കുക, അങ്ങനെ ഒരു ആലോചനയാണ് AICC നേതൃത്വത്തിൻ്റേത്. അങ്ങനെയുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിട്ടുള്ളതും. ഈ യാത്രയ്ക്ക് ഏതായിരുന്നാലും വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടി കൈവരികയാണ്. ഈ പ്രധാനമന്ത്രിയുടെ BJPയുടെ ഭാഗത്തു നിന്ന് കൃത്യമായി ഇതൊരു ആധ്യാത്മികതയുടെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന ആ പാറയിലേക്ക് അദ്ദേഹം വരുമ്പോൾ അതിന് ഭാരതത്തിൻ്റെ ഒരു ചൈതന്യം അത് കൃത്യമായി കാണിക്കുന്നു, അല്ലെങ്കിൽ അത് അടയാളപ്പെടുത്തുന്നു എന്ന ഒരു BJPയുടെ വാദം. ആധ്യാത്മികമായി ഭാരതത്തിൻ്റെ ഔന്നത്യം ഉയർത്തിക്കൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ ഈ ഇത്രയും കാലത്തെ ജീവിതചര്യ പരിശോധിക്കുമ്പോൾ അദ്ദേഹം കൈക്കൊള്ളുന്നൊരു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അവലംബിക്കുന്ന രീതിയുണ്ട്. അതിൻ്റെ ഒരു തിളക്കമാർന്ന ഒരു ഏടായി ഇത് മാറുന്നു എന്ന ഒരു പ്രചരണം BJP വയ്ക്കുമ്പോൾ അതല്ല, തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ ഇതൊരു രാഷ്ട്രീയ ഗിമ്മിക്കാണ്, വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണെന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്യുന്നു. ഏതായിരുന്നാലും നമുക്ക് ഇപ്പോഴത്തെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം നഗരം മുഴുവൻ തന്നെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഒരുപക്ഷെ റോഡ് മാർഗമാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക് പോകുന്നതെങ്കിൽ തുടർന്ന് അങ്ങോട്ടും, അതായത് നമുക്കറിയാം നെയ്യാറ്റിൻകര, പാറശാല, കളയിക്കവിള ആ റൂട്ടാണ് പ്രധാനമായും NH എന്ന നിലയിലുള്ളത്. അവിടെ നിന്ന് നാഗർകോവിലേക്ക് പ്രവേശിച്ച് കന്യാകുമാരിയിലേക്കുള്ള യാത്ര റോഡ് മാർഗം സാധാരണ നിലയിൽ നമുക്ക് യാത്ര ചെയ്യാൻ ഏതാണ്ട് 2 മണിക്കൂറോളമെങ്കിലും വേണ്ടി വരും. പക്ഷേ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അങ്ങനെയാണ് അദ്ദേഹം പോകുന്നതെങ്കിൽ അത്രയും സമയം വേണ്ടി വരില്ല. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തെ വിമാനത്താവളത്തെ ടെക്നിക്കൽ ഏരിയയിൽ പ്രധാനമന്ത്രി എത്തുമെന്ന സമയം അത് വൈകും
എന്നത് ഉറപ്പാണ്. 4:20 കൂടി മാത്രമേ അദ്ദേഹം ഇവിടേക്ക് എത്തൂ എന്ന ഒരു ഔദ്യോഗിക അറിയിപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് നമുക്കറിയാം, മഴക്കാലമാണ്, കാലാവസ്ഥ അല്പം പ്രതികൂലമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സുരക്ഷയെ കരുതി അദ്ദേഹം എത്തുന്ന സമയത്തിൽ ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും പോലീസും മറ്റ് സംവിധാനങ്ങളുമെല്ലാം, അഗ്നിശമനസേനയും മെഡിക്കൽ ടീമും ഉൾപ്പെടെ വലിയൊരു സന്നാഹം തന്നെ ഇവിടെ തയ്യാറായി നിൽപ്പുണ്ട്. പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പിന് മുൻപ് നമുക്കറിയാം, ഈ കേരളത്തിലെ പോളിംഗ് നടക്കുന്നതിന് മുൻപ് ഈ വർഷം തന്നെ 7 തവണയെങ്കിലും കേരളത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലെ പോളിംഗ് കഴിഞ്ഞിരിക്കുന്നു, അദ്ദേഹം ഇവിടേക്ക് എത്തുന്നു, വീണ്ടും ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് വരുന്നു. പക്ഷേ പൊതുപരിപാടികളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ അദ്ദേഹത്തിന് കേരളത്തിലില്ല. മറിച്ച് ഇവിടെ തിരുവനന്തപുരത്ത് വിമാനമിറങ്ങി പ്രത്യേക ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് അദ്ദേഹത്തിൻ്റെ യാത്ര ആ നിലയ്ക്കാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എൽദോ റൈറ്റ്. വി അരുൺ കൂടി ചേരുന്നുണ്ട് കന്യാകുമാരിയിൽ നിന്ന്. അരുൺ, ഈ കന്യാകുമാരിയിൽ അതീവ സുരക്ഷയാണ്. പോലീസിന്റെ ഒരു ബെൽറ്റ് തന്നെ നമുക്ക് അവിടെ കാണാം. മാത്രമല്ല, വിവേകാനന്ദ പാറയിലേക്കുള്ള പ്രവേശനമൊക്കെ നേരത്തെ തന്നെ നിരോധിച്ചു. പൂർണ്ണമായും ബാരിക്കേഡുകളൊക്കെ കെട്ടിയൊരു സാഹചര്യം. ഈ കുറ്റമറ്റ സുരക്ഷ ഒരുക്കുക എന്നുള്ള സംവിധാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാലും എന്താണ് കന്യാകുമാരിയിൽ നിന്നുള്ള കാഴ്ച? 4000 പോലീസുകാരെയാണ് കന്യാകുമാരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. കേന്ദ്ര അദ്ദേഹത്തിന്റെ സുരക്ഷാ സേനയും SPG പുറമെയാണിത്. വലിയ സുരക്ഷാ സന്നാഹം കന്യാകുമാരിയിൽ വിന്യസിച്ചിട്ടുണ്ട്. ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പലതവണ കന്യാകുമാരിയിലും അതുപോലെ വിവേകാനന്ദപ്പാറയിലും എത്തി സുരക്ഷാ പരിശോധനകൾ നടത്തി മടങ്ങിയിരുന്നു. അതിനുമപ്പുറത്തേക്ക് ഇതിനു ചുറ്റുമുള്ള തീരദേശ മേഖലകൾ, തീരദേശ മേഖലയാണ്, തീരദേശ ഗ്രാമങ്ങൾ പോലീസിന്റെ വലിയ സുരക്ഷാ പരിശോധനകൾക്ക് നടന്നിരുന്നു. ഇവിടുത്തെ ഹോട്ടലുകളും ലോഡ്ജുകളും ഒക്കെ പോലീസ് ഓരോ നിമിഷവും അരിച്ചു പറക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത്യന്തം സുരക്ഷാ ക്രമീകരണം, എല്ലാ തലത്തിലുമുള്ള സർവ്വതലങ്ങളിലുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ പൂർണ്ണമാണ്. പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ കന്യാകുമാരി ആ രീതിയിൽ സുരക്ഷാപരമായി ഒരുങ്ങിക്കഴിഞ്ഞു. വലിയൊരു ആഹ്ലാദത്തോടു കൂടി, വലിയ അഭിമാനത്തോടു കൂടി BJP പ്രവർത്തകർ ഇവിടെ ഈ പ്രധാനമന്ത്രിയുടെ ധ്യാനത്തെ കാണുന്നത്. രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്നത്, പക്ഷേ ദേശീയതലത്തിനപ്പുറത്തേക്ക് അന്താരാഷ്ട്ര തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലമായി ഈ 2 ദിവസം കന്യാകുമാരി മാറുമെന്ന് ഉറപ്പാണ്. ഇന്ന് 4:35 എത്തുമെന്ന് നേരത്തെ അറിയിച്ചത്. പക്ഷേ ആ സമയത്ത് എത്താൻ ഇപ്പോൾ സാധിക്കില്ല. അത് വിനോദ് സൂചിപ്പിച്ച പോലെ കാലാവസ്ഥ തന്നെയാണ് അതിന്റെ തടസ്സം. കന്യാകുമാരി ജില്ലയിലും കാലാവസ്ഥ അത്ര അനുകൂലമല്ല. ശക്തമായ മഴ പെയ്യുന്നില്ലെങ്കിലും ചാറ്റൽ മഴ ഇവിടെയുണ്ട്. ശക്തമായ കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്ററിൽ തമിഴ്നാട് ഹൗസിലാണ്, തമിഴ്നാട് സർക്കാരിന് കീഴിലുള്ള തമിഴ്നാട് ഹൗസിന്റെ പ്രൊവിൻസസിലാണ് അദ്ദേഹം വന്ന് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യേണ്ടത്. അവിടെയും ശക്തമായ കാറ്റും ഒക്കെ ഈ സമയത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ അദ്ദേഹം ഇവിടേക്ക് എപ്പോൾ എത്തുമെന്ന് പറയാൻ കഴിയൂ. അല്ലെങ്കിൽ വിനോദ് സൂചിപ്പിച്ച പോലെ റോഡ് മാർഗം സ്വീകരിച്ചേക്കും. പക്ഷെ അത്ര എളുപ്പമുള്ള കാര്യമല്ലത്. നമ്മൾ ഈ തമിഴ്നാടിലേക്ക് കളിക്കാവിള കഴിഞ്ഞ ശേഷം കാണുന്ന പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് ഓരോ 50 മീറ്ററിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമാണ്. എല്ലായിടത്തും പോലീസിന് സാന്നിധ്യം. എന്നാൽ പൂർണ്ണമായും ഇവിടെ ഗതാഗതം നിരോധിച്ചിട്ടില്ല. നാഗർകോവിൽ നിന്ന് വരത്തേക്ക് തിരിഞ്ഞ് കന്യാകുമാരിക്ക് പോകാനുള്ള എളുപ്പ വഴിയുണ്ട്. പക്ഷെ അവിടേക്ക് ആ വഴി പൂർണ്ണമായി ഇപ്പോൾ പോലീസ് നിയന്ത്രണത്തിലാണ്. അതുവഴി ആരെയും കടത്തിവിടുന്നില്ല. തിരുനെൽവേലിയിലേക്ക് പോകുന്ന റൂട്ടിൽ നിന്നാണ് വീണ്ടും കന്യാകുമാരിയിലേക്ക് യാത്ര അനുവദിക്കുന്നത്. അതുതന്നെ ഒരുപക്ഷെ മോദി റോഡ് മാർഗം വരേണ്ടി വന്നാൽ നാഗർകോവിൽ നിന്ന് തിരിഞ്ഞ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏറ്റവും അടിയന്തര ഘട്ടത്തിൽ മാത്രമേ അദ്ദേഹത്തെ റോഡ് മാർഗം എത്തിക്കാൻ ശ്രമിക്കുകയുള്ളൂ എന്ന് ഉറപ്പാണ്. കാരണം അത്ര സുരക്ഷിതമല്ലാതെ മണിക്കൂറുകളോളം, ഏതാണ്ട് 1.5 മണിക്കൂറെങ്കിലും അദ്ദേഹത്തിന് അവിടെ നിന്ന് ഇവിടെ എത്താൻ വേണ്ടിവരും. എത്ര വേഗത്തിൽ വന്നാലും റോഡുകൾ വളരെ ഇടുങ്ങിയ റോഡുകളാണ്. തമിഴ്നാടിന്റെ ഭാഗത്തേക്ക് കളിയിക്കാവിള കഴിഞ്ഞാൽ പലയിടത്തും ഇടുങ്ങിയ റോഡുകളാണ്. അതുകൊണ്ട് തന്നെ അത്ര വേഗത്തിൽ അദ്ദേഹത്തിന് വരാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അനുകൂലമായ ശേഷം ഹെലികോപ്റ്റർ തന്നെ നരേന്ദ്രമോദി ഇവിടെ എത്താനാണ് സാധ്യത. നാളെയും മറ്റന്നാളും അദ്ദേഹം വിവേകാനന്ദ പാറയിലുണ്ടാകും. മറ്റന്നാൾ വൈകിട്ടാണ് ഇവിടെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക്, ഇപ്പോഴത്തെ ചാർട്ട് പ്രകാരം തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം തിരിക്കുക. രാഷ്ട്രീയമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക് എത്തുകയാണ്. ഭാരതത്തിന്റെ തെക്കേ മുനമ്പിലേക്ക് എത്തുകയാണ്. രാജ്യത്തിന്റെ തെക്കേ മുനമ്പിലേക്ക് എത്തുകയാണ്. വളരെ വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഇതിനുണ്ട്. നിശബ്ദ പ്രചരണ ദിവസമാണ്. പക്ഷേ ആ നിശബ്ദ പ്രചരണം നിശബ്ദമായിരുന്നു കൊണ്ട് നരേന്ദ്രമോദി പൂർണ്ണമായും BJPക്ക് അനുകൂലമാക്കി മാറ്റുമെന്ന ആശങ്കയാണ് ഇപ്പോൾ കോൺഗ്രസ് കേന്ദ്രങ്ങൾക്ക്, ഇന്ത്യ മുന്നണിക്ക്, പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉള്ളത്. കാരണം മോദി ധ്യാനമിരുന്നാലും നിശബ്ദ
നിശബ്ദമായിരുന്നാലും ഈ രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധ കന്യാകുമാരിയിലേക്ക് എത്തും. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കമായി കൂടി അതിനെ കാണുന്നവരുണ്ട്. അതുകൊണ്ടാണ് പ്രതിപക്ഷം ഇത്തരത്തിൽ മോദിയുടെ ഈ ധ്യാനത്തെ കാണുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും അവസാനവട്ടം അദ്ദേഹം ഇത്തരത്തിൽ ആത്മീയ പാതയിലൂടെ നീങ്ങാറുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷവും അദ്ദേഹം പലപ്പോഴും ഇത്തരത്തിൽ ധ്യാനം ഇരിക്കാൻ പലപ്പോഴും നമുക്കറിയാം ഹിമാലയത്തിലടക്കം പോയി ധ്യാനമിരുന്ന നരേന്ദ്രമോദിയെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ധ്യാനവും ഒരു രാഷ്ട്രീയ അഭ്യാസമായാണ് പ്രതിപക്ഷം കാണുന്നത്. എന്നാൽ BJP അദ്ദേഹത്തിന്റെ അടിമുടി ഭക്തനായ അടിമുടി ആത്മീയവാദിയായ നരേന്ദ്രമോദിക്ക് ഇങ്ങനെയല്ലാതെ എങ്ങനെ പെരുമാറാൻ കഴിയും? അത് അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ നടപടി, അത് രാഷ്ട്രീയമില്ലെന്ന് ആവർത്തിച്ചു പറയുകയാണ് BJP. പക്ഷേ പ്രതിപക്ഷം അവിടെ രാഷ്ട്രീയം സംശയിക്കുന്നു. അവർക്ക് ആശങ്കകളുണ്ട്. പ്രധാനമന്ത്രി ഈ അവസാനഘട്ട തിരഞ്ഞെടുപ്പിന്റെ തലേനാൾ നിശബ്ദ പ്രകടന ദിവസവും തെരഞ്ഞെടുപ്പ് ദിവസവും ഒക്കെ ഇത്തരത്തിൽ ധ്യാനമിരിക്കുന്നത് വലിയ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമെന്നാണ് പ്രതിപക്ഷം വിശ്വസിക്കുന്നത്. ശരി, VV അരുണും VV വിനോദുമാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഞാൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് സുവി വിശ്വനാഥൻ കൂടി ചേരുന്നുണ്ട്. സുവി, എന്തൊക്കെയാണ് പ്രധാനമായും നരേന്ദ്രമോദിയുടെ അവിടുത്തെ പദ്ധതികൾ? ഇപ്പോൾ VV അരുണും വിനോദും സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിപക്ഷം ഇതിനെ നോക്കിക്കാണുന്നത് അതൊരു രാഷ്ട്രീയ അഭ്യാസമാണ് എന്നുള്ള തരത്തിലാണ്. എങ്ങനെയാണ്